ദൈനംദിന ജീവിതത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. നമ്മൾ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയും പ്ലാസ്റ്റിക്കിനെ ഉപയോഗിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക്കിനെ ആശ്രയിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ദൂഷ്യവശങ്ങൾ എല്ലാവർക്കും സുപരിചിതമാണ്. എന്നാലും അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തവയായി മാറിയിരിക്കുന്നു. പ്ലാസ്റ്റിക് എന്നും ഒരു വിപത്താണ്. എന്നാൽ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആരും തന്നെ പാലിക്കുന്നില്ല. അതുതന്നെയാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് പ്ലാസ്റ്റിക് വിപത്തെന്ന് നമ്മൾ പറയുന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. കുട്ടികൾ കുടിക്കുന്ന വാട്ടർ ബോട്ടിൽ മുതൽ എഴുതുന്ന പേന വരെ പ്ലാസ്റ്റിക്കാണ്. ഇതിനു കാരണം പ്ലാസ്റ്റിക് ഈസി ടു ഹാൻഡിലാണ്, ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നൊരു സാധനമാണ്. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് മൂലം നാച്ചുറൽ റിസോഴ്സസ് 99% പൊല്യൂട്ടഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റിലോട്ട് എത്തേണ്ടത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് എങ്ങനെ തരം തിരിച്ചു വെക്കണം എന്നുള്ള അവബോധം ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വീട്ടിൽ തന്നെ പ്ലാസ്റ്റിക് ഉപയോഗം മിതമാക്കുന്ന ഒരു വീട്ടമ്മയെ നമുക്ക് പരിചയപ്പെടാം. വീട്ടിൽ എങ്ങനെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത്? എന്താണ് ചെയ്യുന്നത്? പാൽ കവറൊക്കെ കഴുകി വൃത്തിയാക്കി പഞ്ചായത്തിലെ ആൾ വരുമ്പോഴത്തേക്കും ഞങ്ങളെടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലേറ്റോ ഗ്ലാസ്സോ ഒന്നും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. പിന്നെ വൺ ടൈം യൂസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അവരെ കൊടുക്കാറുണ്ട്. പിന്നെ പിള്ളേർ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും സ്റ്റീൽ പരമായിട്ടുള്ള ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കഴിവതും നമ്മൾ പ്ലാസ്റ്റിക് യൂസേജ് ഇപ്പോൾ കുറച്ച് വരാനാണ്. പിന്നെ തുണിസഞ്ചിയൊക്കെ നമ്മളിപ്പം യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് പ്ലാസ്റ്റിക് ബാഗോ കവറോ ഒന്നും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ. അപ്പോൾ പ്ലാസ്റ്റിക് പഞ്ചായത്തിൽ നിന്ന് ആൾ വരുമ്പോൾ കൊടുക്കാറൊക്കെ ഉണ്ട്. കഴുകി വൃത്തിയാക്കി ബോട്ടിലായാലും കവറായാലും എല്ലാം കൊടുത്ത് വിടാറുണ്ട് അവരെ. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പ്ലാസ്റ്റിക് ഒഴിവാക്കുകയാണ്. ഈ കാണുന്നതൊക്കെ തന്നെയും പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. പ്ലാസ്റ്റിക് ജലസ്രോതസ്സുകളിൽ വലിച്ചെറിയാതിരിക്കാൻ സൂക്ഷിക്കുക. പ്ലാസ്റ്റിക് ഫുഡ് പാക്കറ്റ്സ് അവോയ്ഡ് ചെയ്യുക. പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. ആ വിഷവാതകം ശ്വസിക്കാതിരിക്കുക. വുഡൻ കോംബ്, വുഡൻ ടൂത്ത് ബ്രഷ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കിലാക്കാം. കടലിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് മൂലം ജലജീവജാലങ്ങളുടെ ആയുസ് നഷ്ടപ്പെടുന്നു. കടലിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വേലിയേറ്റ സമയത്ത് തിരിച്ച് കരയിലേക്ക് തന്നെ അടിഞ്ഞുകൂടുന്നു. എന്നാൽ ശരിയായ വിധം എല്ലാ വേസ്റ്റും പ്രോപ്പറായി സെഗ്രിഗേറ്റ് ചെയ്താൽ ഒരു പരിധിവരെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് പാലിക്കുവാൻ പറ്റും. ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അവനവൻ്റെ വീട്ടിലെ മാലിന്യം അവനവൻ്റെ വീട്ടിലെ ഉത്തരവാദിത്തമായി കണക്കിലെടുത്ത് സ്വാർത്ഥതാബോധം തികച്ചും തന്നെ ഒഴിവാക്കേണ്ടതാണ്. നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പുഴയിലും തോടിലും ഒക്കെ അടിഞ്ഞുകൂടുമ്പോൾ വിലമതിക്കാനാവാത്ത നഷ്ടങ്ങളാണ് ഈ നാടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മാലിന്യം നമ്മുടെ വീട്ടിലെ തന്നെ ഉത്തരവാദിത്തമായി മാറേണ്ടതുണ്ട്. മറ്റുള്ള ജീവജാലങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങേണ്ടത് വീട്ടിൽ നിന്ന് തന്നെ ആവട്ടെ. നന്ദി.